വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വചനം നൽകിക്കൊണ്ടാണ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. നിങ്ങളെവിടെയായിരുന്നാലും ഈ വചനം നിങ്ങളുടെ മേൽ ഒരനുഗ്രഹമായി പരിശുദ്ധാത്മാവ് നൽകുകയാണ്. നമുക്കിന്ന് വായിച്ച് ധ്യാനിക്കാനുള്ള വചനം യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനം. വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് സുവിശേഷം, മറ്റൊന്ന് 3 ലേഖനങ്ങൾ, വെളിപാട് പുസ്തകം. അതിൽ ലേഖന ഭാഗം സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നു. 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനം. 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 2 നമുക്ക് ഒരുമിച്ച് വായിച്ച് അഭിഷേകം പ്രാപിക്കാം. വചനം ഇങ്ങനെ പറയുന്നു: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. വചനം കേട്ടല്ലോ, ശ്രദ്ധിച്ച് ഒരിക്കൽ കൂടെ വായിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 2. He is the atoning sacrifice for our sins, and not for ours only, but also for the sins of the whole world. അവൻ നമ്മുടെ പരിഹാര ബലിയാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയാണ്. അവൻ നമ്മുടെ, ആരാണ് ഈ അവൻ? നമുക്കറിയാം, അത് നമ്മുടെ യേശുവാണ്. യേശു കുരിശിൽ മരിച്ചത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. ഈ വചനം ഒരു പക്ഷെ പലതവണ വായിച്ച് ധ്യാനിച്ചിട്ടുണ്ടാവാം. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോടൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. യേശു നമുക്ക് വേണ്ടി കുരിശിൽ ഒരു പാപ പരിഹാര ബലിയായി മരിച്ചു. അതാണ് നമ്മുടെ രക്ഷയുടെ അടയാളം. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, പരിഹാര ബലിയായി. എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ശുശ്രൂഷ സമയം പരിശുദ്ധാത്മാവ് തികച്ചും വ്യക്തിപരമായി എന്നോടും നിങ്ങളോടുമൊക്കെ സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്നറിയാവോ? ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പരിഹാര ബലിയായി മാറുക. രക്ഷ വേണമോ? സമാധാനം വേണമോ? കുടുംബത്തിൽ ഐക്യം വേണമോ? എങ്കിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാര ബലിയായി മാറുക. യേശു നമുക്ക് വേണ്ടി, നമുക്കറിയാം, ഒരു പാപം പോലും ചെയ്യാതിരുന്ന ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു കാര്യം പഠിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൽ സഹിച്ചു. ഈ കുരിശുമരണം നിന്റെ ജീവിതത്തിൻ്റെ രക്ഷയാണ്. നമ്മളൊക്കെ കുരിശിൽ അഭിമാനിക്കുന്നവരാണ്. സഹനം, യേശു സ്വീകരിച്ച കുരിശുമരണത്തിൽ അഭിമാനിക്കുന്നവരാണ്. എങ്കിൽ എന്താണ് നമ്മുടെ ദൗത്യം? നമുക്കും രക്ഷ വേണമോ? എങ്കിൽ ഈശോ നമ്മളോട് പറയുന്ന കാര്യം, അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർക്കു വേണ്ടി സ്വയം പാപപരിഹാരമല്ല, മറിച്ച് മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരമായി കുടുംബത്തിൽ മറ്റുള്ളവരുടെ രക്ഷയ്ക്കു വേണ്ടി നീ പരിഹാരം, ത്യാഗമേറ്റെടുക്കാൻ തയ്യാറാകണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായ ഒരു ദൈവവചനം, പ്രത്യേകിച്ച് സക്കേവുസിൻ്റെ ജീവിത അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ സുപരിചിതമാണ് സക്കേവുസിൻ്റെ കുടുംബത്തിന് ലഭിച്ച അഭിഷേകം. ലൂക്കാസ് വിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-9 വചനം ഈ വിഷയം മനസ്സിലാക്കുന്നതിനു വേണ്ടി വായിച്ച് ധ്യാനിക്കുകയാണ്. വചനം ഇങ്ങനെയാണ്: സക്കേവുസ് എഴുന്നേറ്റു പറഞ്ഞു, കർത്താവേ,
ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നമുക്കറിയാം, സിക്കമൂർ മരത്തിൻ്റെ മുകളിലിരുന്ന സക്കേവൂസിനെ യേശു ആ മരത്തിൻ്റെ മുകളിൽ താഴേക്ക് കൊണ്ടുവന്ന്, എന്നിട്ട് ഈശോ പറഞ്ഞു, ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പറഞ്ഞാൽ തീരില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാം. സക്കേവൂസിനെ കൊണ്ട് വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയിട്ടും ഈശോ ആ കുടുംബത്തിന് രക്ഷ എന്നുള്ള ഒരു തരത്തിലുള്ള സംസാരം ഉണ്ടാവുന്നില്ല. മറിച്ച് സക്കേവൂസ് ഒരു കാര്യം ഏറ്റെടുക്കുകയാണ്. ഈശോയുടെ മുമ്പിൽ, ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ സക്കേവൂസ് ഒരു കാര്യം പ്രഖ്യാപിച്ചു, കർത്താവേ, ഞാൻ പരിഹാരം ചെയ്യാൻ തയ്യാറാകുന്നു. എൻ്റെ കുടുംബത്തിനു വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, എപ്പോഴാണോ സക്കേവൂസ് പരിഹാരം ചെയ്യാൻ തയ്യാറായത്, ആ സമയത്ത് ഈശോ പറയാണ്, ദാ ഈ കുടുംബത്തിൻ്റെ മേൽ രക്ഷയുണ്ട്, സമാധാനമുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എടുക്കേണ്ട വളരെ ശക്തമായ ഒരു മനോഭാവമാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതെന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പരിഹാര ബലിയാവാനുള്ള ഒരു ശക്തമായ തീരുമാനം. അത്ര എളുപ്പമല്ല, പക്ഷേ ത്യാഗമേറ്റെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊണ്ടാൽ, പ്രാർത്ഥിച്ചാൽ അതിൽ വലിയ അനുഗ്രഹമുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലെ കുടുംബനാഥൻ അവിശ്വസ്തമായ ഒരു ജീവിതമാണ് കുറേ വർഷങ്ങളായി നയിച്ചുകൊണ്ടിരുന്നത്. പുറമേ കാണുമ്പോൾ സന്തുഷ്ടമായ ഒരു കുടുംബമാണെന്ന് തോന്നും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിശ്വസ്തത മൂലം ആ കുടുംബത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായി. ഭാര്യ കണ്ണുനീരോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ഭാര്യയുടെ വീട്ടുകാരും പ്രിയപ്പെട്ടവരൊക്കെ വന്നു പറഞ്ഞു, ഇനി ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കരുത്, കാരണം നിന്നെ പറ്റിച്ചതാണ്, നിന്നെ വഞ്ചിച്ചതാണ്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ആ മനുഷ്യനെ ഉപേക്ഷിച്ച് ഇങ്ങോ പോര്, ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ ഈ സ്ത്രീ എടുത്തൊരു തീരുമാനമുണ്ട്, എൻ്റെ ജീവിത പങ്കാളി എന്നെ പറ്റിച്ചു, എന്നെ വഞ്ചിച്ചു, ശരിയാണ്, പക്ഷേ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിനു വേണ്ടി ത്യാഗമേറ്റെടുക്കാൻ, പരിഹാര ബലിയാവാൻ എനിക്ക് ഒരു കടമയുണ്ട്. പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ ഇതാ എൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ദൈവം ഏറ്റുവെച്ചതാണ്. അങ്ങനെയെങ്കിൽ എനിക്കൊരു ദൗത്യം ദൈവത്തിൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ സ്ത്രീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ചോ, വേണമെങ്കിൽ എൻ്റെ ജീവിതം പെട്ടെന്ന് വേണം തകർന്നു പോകാൻ സാധ്യതയുള്ള ഒരവസരമാണ്, പക്ഷേ ഞാൻ അല്പം ത്യാഗമേറ്റെടുത്ത് എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും, എൻ്റെ 2 മക്കളുടെ അവസ്ഥ എന്താവും, അതുകൊണ്ട് ഞാനൊരു പരിഹാര ബലിയാവാൻ തയ്യാറാണ്. ആ കുടുംബം ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ചില ക്രമക്കേടുകൾ അവരുടെ കുടുംബത്തിലുണ്ടായെങ്കിലും ദൈവം അതെല്ലാം പരിഹരിച്ച് ഒരു രക്ഷയാക്കി മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു നിലപാടിനെയാണ് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഇത് വെറുതെ വായിച്ചു പോകേണ്ട ഒരു വചനമല്ല, മറിച്ച് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഈ വചനം നിങ്ങൾ എവിടെയിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമേറ്റെടുക്കാൻ നീ തയ്യാറാണോ? നിൻ്റെ ശരീരത്തിൽ വേദന ഏറ്റെടുക്കാൻ തയ്യാറാണോ? എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ രക്ഷ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. എനിക്ക് പരിചയമുള്ള മറ്റൊരു കുടുംബം, വിവാഹം കഴിഞ്ഞിട്ട് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബൈക്ക് ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. ഭാര്യയ്ക്ക് ശക്തമായ പരിക്കുകൾ പറ്റി. നീണ്ട ദിവസങ്ങൾ ഭാര്യ ആശുപത്രിയിലായിരുന്നു. ശാരീരികമായ പരിക്കുകളേക്കാൾ അപ്പുറമായി ആ ആക്സിഡൻറ്റ് ആ സ്ത്രീയുടെ ജീവിതത്തിൽ മാനസിക നില തെറ്റിക്കുന്ന ഒരവസ്ഥയിലെത്തിച്ചു. ഈ സ്ത്രീയുടെ പിന്നീടുള്ള പെരുമാറ്റം മുഴുവൻ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള പെരുമാറ്റമാണ്.
കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. ഈ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു സാധ്യത വരികയാണ്. ഈ ഭാര്യയെ മാനസിക നിലവാരം നഷ്ടപ്പെട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്ന ഇവളെ കൊണ്ട് ജീവിക്കണോ അതോ ഉപേക്ഷിക്കണോ? കൂട്ടുകാരന്മാർ, വീട്ടിലുള്ള ചിലരൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു, എടാ, നിൻ്റെ ആയുസ് നീ മണ്ടത്തരം കാണിക്കല്ലേ, ഈ പെണ്ണിനു വേണ്ടി നീ ജീവിതം കളയല്ലേ, നീ ഉപേക്ഷിച്ച് കളയ്, നിനക്കൊരു കാരണമുണ്ടല്ലോ, നീ ഉപേക്ഷിച്ച് കളയ്. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി എടുത്തൊരു തീരുമാനമുണ്ട്. പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് കർത്താവ് ഏൽപ്പിച്ചു തന്ന എൻ്റെ ജീവിത പങ്കാളി, അവൾക്കിന്ന് മാനസികമായ ഭാരമുണ്ട്, അവളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ട്, കുറവുകളേറെയുണ്ട്, പക്ഷേ ഞാൻ ഉപേക്ഷിക്കില്ല. ആ വ്യക്തി എടുത്തൊരു തീരുമാനം ഇന്നും വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തി ആ ജീവിത പങ്കാളിയും കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ചില സമയങ്ങളിലൊക്കെ ദേവാലയങ്ങളിൽ ഇവർ വരുന്നതും പോകുന്നതുമൊക്കെ ഒരു കൗതുകത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സഹോദര, ദാ ഈ ജീവിത പങ്കാളി ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെയല്ല ഈ ഭാര്യയെ കൊണ്ടു നടക്കുന്നത്, നാണക്കേട് വല്ലതും ഉണ്ടോ? ഒരു നാണക്കേടും ഇല്ലച്ചോ. എന്ന് മാത്രമല്ല, അവരെല്ലാ പരിപാടികൾക്കും പോവും. ചില വീടുകളിലൊക്കെ നമുക്കറിയാമല്ലോ, ചില കുറവുകളുണ്ടെങ്കിൽ പിന്നെ അവരെ ആരും പുറത്തു കൊണ്ടുപോയില്ല. സമൂഹ മധ്യത്തിൽ ഒരു നാണക്കേടും അപമാനവും പോലെയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ വളരെ സ്നേഹത്തോടുകൂടെ ഈ പ്രിയപ്പെട്ടവളെയും കൊണ്ട് എല്ലായിടത്തും പോകും, മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തും, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ ചെറുപ്പക്കാരനൊരു തീരുമാനം ഏറ്റെടുത്തു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനൊരു പരിഹാര ബലിയാവാം. എന്നെ കേൾക്കുന്ന അനേക കുടുംബങ്ങളിൽ അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. മദ്യപാനിയായിട്ടുള്ള ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ നിഴലും പറ്റി ജീവിക്കുന്നൊരു ഭാര്യ, ഒത്തിരി സഹിച്ചുകൊണ്ടാവാം ഈ ഭാര്യ ജീവിക്കുന്നത്. ഉപേക്ഷിച്ച് കളയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ഉപേക്ഷിക്കാതെ കൂടെ നടക്കുന്ന ഭാര്യ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിത വഴികളിൽ നിങ്ങൾക്ക് ധ്യാനിക്കാം, എൻ്റെ ജീവിതം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ത്യാഗം ഏറ്റെടുത്ത് ഒരു പരിഹാര ബലിയാവാൻ തയ്യാറാണോ? യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വചനം നിന്നോടും എന്നോടും ചോദിക്കുന്ന ചോദ്യമാണ്. യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി, നമ്മൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറാണോ? പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ത്യാഗപ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു ആത്മീയമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നുണ്ട്. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ആത്മീയ രഹസ്യം പെട്ടെന്ന് മനസ്സിലാവും, ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. അതായത് ശരീരത്തിൽ ഏറ്റെടുക്കുന്ന ത്യാഗപ്രവൃത്തി നമ്മുടെ ചുറ്റുവട്ടത്തും ആത്മീയമായ വലിയൊരു സംരക്ഷണം, വലിയൊരു അഭിഷേകം, സ്വർഗം തുറക്കുന്ന വലിയൊരു കൃപ സംഭവിക്കുന്നു. ശരീരവും ആത്മീയതയും തമ്മിൽ അതിശക്തമായ ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കാൻ 1-2 ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വചനങ്ങൾ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം, ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 17 വേഴ്സ് 8 ഓൺവേഴ്സ്. അവിടെ വായിക്കുന്നത് അമലേക്യരുമായിട്ടുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഒത്തിരിയേറെ ജീവിത അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഇവരെപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ അമലേക്യർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അവരെപ്പോഴും ഇസ്രായേൽക്കാരെ നശിപ്പിക്കാൻ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരുമായിട്ടുള്ള യുദ്ധം പഴയ നിയമ ചരിത്രത്തിൽ പലതവണ എഴുതി വച്ചിട്ടുണ്ട്. ഇതാ ഇന്ന് നമ്മുടെ മുമ്പിൽ ധ്യാന വിഷയമാക്കുവാൻ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വചനം, 8 മുതലുള്ള വചനങ്ങൾ. അമലേക്യർ റഹീദിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറയുകയാണ്. മോശ എന്താ പറയുന്നത്? ജോഷുവയോട് പറയുകയാണ്, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. സാധാരണഗതിയിൽ മോശ ചെയ്യാത്തൊരു കാര്യമാണിത്. അതായത് യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധം ചെയ്യുക,
എന്നാൽ മോശ ഈ അമലേക്യരുമായിട്ട് യുദ്ധത്തിന് വന്നപ്പോൾ ഇതാ മോശയ്ക്കൊരു കാര്യം വെളിപ്പെട്ടു. ഇത് നിസ്സാരപ്പെട്ട യുദ്ധമല്ല. ഈ യുദ്ധം ജയിക്കണമെങ്കിൽ അതിശക്തമായ ചില കാര്യങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് മോശ ഇതാ ദൈവജനത്തോട് പറയാണ്, ദൈവജനമേ, നിങ്ങൾ ഈ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. ഞാനൊരു കാര്യം ചെയ്യാം. ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വടി, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ വടി, മോശയുടെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ട്, ഒരു ദണ്ഡുണ്ട്. നമുക്കറിയാം, ഈ വടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചെങ്കടൽ രണ്ടായി കീറിമുറിച്ചത്. ദാഹജലത്തിനു വേണ്ടി കേണപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മോശയുടെ കയ്യിലിരിക്കുന്ന ഈ ദണ്ഡുണ്ടല്ലോ, വടി കൊണ്ട് ആ പാറയ്ക്കിട്ടടിക്കുക. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ച ഒരു വടി മോശയുടെ കയ്യിലുണ്ട്. ഇത് വിശ്വാസത്തിൻ്റെ വടിയാണ്. ഇന്നുവരെ ഒരു മനുഷ്യൻ തൻ്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടിപ്പിടിച്ചിട്ട് ഒരു കടൽ രണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇന്നുവരെ ഒരു വ്യക്തി തൻ്റെ കയ്യിലുള്ള ഈ വടി എടുത്തിട്ട് പാറയ്ക്കിട്ടടിച്ചിട്ട് ആ പാറയിൽ നിന്ന് ജലം വരുന്ന അത്ഭുതം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചു. എങ്ങനെ? അത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. മോശയുടെ കയ്യിലിരിക്കുന്ന വടി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ മോശ ഇസ്രായേൽ ജനതയോട് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്തുകൊണ്ട് മലമുകളിൽ നിൽക്കും. മലമുകൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടം. തൊട്ടടുത്ത വചനം ശ്രദ്ധിച്ചോണം, 10-ാം വചനം, ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 17 വേഴ്സ് 10. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. തൊട്ടടുത്ത വചനം, കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. പ്രിയപ്പെട്ടവരെ, മലമുകളിൽ പ്രാർത്ഥിക്കുന്ന മോശ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മോശ, ശരീരത്തിൽ ഒരു ത്യാഗമേറ്റെടുത്ത് മോശ പ്രാർത്ഥിക്കുകയാണ്. മോശ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജനത വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ന്നപ്പോൾ ഇസ്രായേൽ ജനത തോറ്റു. തൊട്ടടുത്ത വചനം വളരെ രസകരമാണ്, വായിക്കാം. 12-ാം തിരുവചനം, മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേൽ ഇരുന്നു. അഹറോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നു. സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്യരെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. പ്രിയപ്പെട്ടവരെ, മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം. മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത വിജയിക്കുന്നു. മോശയുടെ കൈകൾ എപ്പോൾ താഴുന്നുവോ അപ്പോൾ തോൽവി. നമുക്കൊരു കാര്യം ഈ വചനം വായിക്കുമ്പോൾ അറിയാം. ഈ മോശ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ജോഷുവയും കൂട്ടരും വിജയിക്കുന്നത്, ശത്രുവിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നത്? മാനുഷികമായിട്ടുള്ള ഒരു വിജയമല്ലത്, മറിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വർഗസന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവദൂതന്മാർ അതാ അവിടെ ഇസ്രായേൽ ജനത്തിന് കാവലായി പടവെട്ടുവാൻ രംഗത്തിറങ്ങുകയാണ്. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ് നിൻ്റെ ശരീരത്തിൽ ഒരു ത്യാഗമേറ്റെടുക്കുന്ന അനുഭവം. പ്രിയപ്പെട്ട ദൈവജനമേ, നിൻ്റെ കുടുംബം ഒരു ഇസ്രായേൽ ജനതയുടെ വലിയൊരു നേതൃത്വം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ എപ്പോഴെല്ലാം നിൻ്റെ കുടുംബത്തിനു വേണ്ടി പരിഹാരം ചെയ്യാൻ തയ്യാറാകുന്നോ, എപ്പോഴെല്ലാം നിൻ്റെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടോ, സ്വരമുയർത്തി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ടോ, നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നുണ്ടോ, നീ ഏറ്റെടുക്കുന്ന ത്യാഗം നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയാണ്, നിൻ്റെ കുടുംബത്തിൻ്റെ വിജയമാണ്. ദൈവദൂതന്മാർ നമുക്ക് വേണ്ടി പറന്നിറങ്ങി പടവിട്ടു. അമലേക്യരെന്ന് പറയുന്ന തിന്മ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരി അമലേക്യർ, തിന്മകൾ, പൈശാചിക ശക്തികളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാനാൻ ദേശത്തേക്കുള്ള യാത്ര പോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഈ അമലേക്യർ, പൈശാചിക ശക്തി പലതവണ കടന്നു വരും. അവയെ തോപ്പിക്കണോ എങ്കിലെന്തു വേണം? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ മാത്രമേ സ്വർഗം ഇടപെടുകയുള്ളൂ. സ്വർഗവൃന്ദം, മാലാഖ വൃന്ദം നമുക്ക് വേണ്ടി പടവിട്ടും സ്വർഗം പറന്നിറങ്ങുന്ന അനുഭവം. രണ്ടാമതായിട്ട് വായിച്ചു ധ്യാനിക്കാൻ പറ്റിയത് പഴയ നിയമത്തിലെ മറ്റൊരു പുസ്തകമാണ് ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം. ദാനിയേൽ, നമുക്ക് പരിചയമുള്ള പ്രവാചകനാണ് ദാനിയേൽ. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം
10-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 3 ആഴ്ചക്കാലം 21 ദിവസത്തോളം ദാനിയേൽ പറയുകയാണ്, ഞാനുണ്ടല്ലോ, ഞാൻ സ്വയം നിയന്ത്രിക്കാൻ തയ്യാറാവുന്നു. ഞാൻ ഭക്ഷണകാര്യങ്ങളിൽ മാത്രമല്ല, ആഡംബര ജീവിതമൊക്കെ ഞാൻ നിയന്ത്രിക്കുന്നു. 3 ആഴ്ചക്കാലം ഈ ദാനിയേൽ ഒരു നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? തൊട്ടടുത്ത വചനം, 4-ാം വചനം: 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ചൊരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും സ്വരം കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയുമായിരുന്നു. തൊട്ടടുത്ത വചനം: ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല. ദാനിയേൽ പറയാണ്, ഞാനൊരു ദർശനം കണ്ടു. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന വ്യാഖ്യാനം, ദാനിയേൽ കണ്ട ദർശനം അത് യേശുവിൻ്റെ മുഖമാണ്. യേശുവിൻ്റെ രൂപഭംഗിയാണ് ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ കണ്ടത്. വചനം എന്താ പറയുന്നത്? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ത്യാഗമേറ്റെടുക്കുന്ന വ്യക്തി, ഉപവാസവും നോമ്പും ഏറ്റെടുക്കുന്ന വ്യക്തി, ആ വ്യക്തി മാത്രം കാണുന്ന ചില ദർശനങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ വീട്ടിൽ നിൻ്റെ കുടുംബാംഗങ്ങൾ നിന്നോട് ചോദിക്കാം, എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നേ? ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? എന്തിനാ ഇങ്ങനെ ത്യാഗമൊക്കെ ഏറ്റെടുക്കുന്നേ? എന്തിനാണ് 100,000 ചോദ്യങ്ങൾ ചോദിക്കും. അവർക്കൊന്നും മനസ്സിലാകാത്തൊരു കാര്യം ആത്മീയമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് വെളിപ്പെടും. ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. 10-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം: ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. ശരീരത്തിൽ ഒരു ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായ ദാനിയേൽ, ഈ ദാനിയേലിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയാണ്, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. ഇതൊരു പ്രസക്തമായ കാര്യമാണ്. നിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഇതുപോലെ ചോദിക്കും, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരാ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരാ, പേര് വിളിച്ച് ചോദിക്കും. അങ്ങനെയൊക്കെ വിളിക്കപ്പെടാൻ ഒരാഗ്രഹമുണ്ടോ? ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ത്യാഗമേറ്റെടുക്കുന്ന വ്യക്തികളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും, അതായത് സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ ശക്തി, കാവൽ ദൂതന്മാരുടെ ശക്തി, മാലാഖവൃന്ദം നമുക്ക് വേണ്ടി പടവെട്ടുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന അത്ഭുതകരമായൊരു ശക്തി വെളിപ്പെടും. ഈ ദൈവദൂതന്മാരാണ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിക്കുന്നത്. അഗ്നിനാളകങ്ങൾക്കിടയിൽ സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ശരീരത്തിൽ ത്യാഗമേറ്റെടുക്കുന്ന ഓരോ വ്യക്തി ഉറപ്പിച്ചോ, ഇത് സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനാനുഭവമാണ്. 3-ാമതായിട്ട് പുതിയ നിയമത്തിൽ യേശു നമുക്ക് നൽകുന്നൊരു മാതൃകയുണ്ട്. അത് ലൂക്കാസ് വിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വചനം ഇങ്ങനെയാണ്: ഗത്സെമനിയിൽ പ്രാർത്ഥിക്കുന്നു. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്നൊരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. 43-ാം തിരുവചനം: അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഗത്സെമനിയിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം എങ്ങനെ പ്രാർത്ഥിച്ചത്. രക്തം വേർത്ത് പ്രാർത്ഥിച്ചു. അതികഠിനമായ ത്യാഗം ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അതികഠിനമായ ത്യാഗം. ഇങ്ങനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയം ഇതാ സ്വർഗം തുറന്ന് ഇതാ ദൂതൻ വന്ന് ആശ്വസിപ്പിക്കുകയാണ്. ത്യാഗം ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും. ദൈവദൂതന്മാർ പറന്നിറങ്ങും. 3 സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ സമയം പഠിച്ച. 1, പുറപ്പാട് പുസ്തകത്തിൽ മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ ദൈവദൂതന്മാർ പറന്നിറങ്ങി ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചത്. ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ 21 ദിവസത്തേക്ക് ത്യാഗം ഏറ്റെടുത്തപ്പോൾ ദൈവദൂതന്മാർ അവിടെ വന്ന് ദാനിയേലിനെ സന്ദർശിച്ചത്.
യേശു ഗെത്സമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വിയർത്തപ്പോൾ ഇതാ ആ ത്യാഗത്തിൻ്റെ ജീവിത വഴിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ പറന്നിറങ്ങി. ഇത് കേട്ട് പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ത്യാഗമേറ്റെടുക്കാൻ തയ്യാറാവുന്ന ഒരു തീരുമാനം, ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ ആ സഹനത്തെ ഒരനുഗ്രഹമാക്കി മാറ്റാം. സഹിക്കുന്നുണ്ടല്ലോ, എല്ലാവരും സഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സഹനത്തെ ഒരു പരിഹാര ബലിയായി മാറ്റാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വചനം പഠിപ്പിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. നമ്മുടെ ജീവിതത്തിലെ ദൗത്യം മറ്റുള്ളവർക്ക് വേണ്ടി സഹന ബലിയാവാൻ, പരിത്യാഗം ഏറ്റെടുക്കാനുള്ള വലിയൊരു തീരുമാനം. അതിന് സർവശക്തനായ ദൈവം സകലരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.